ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു DIY എവറിത്തിങ് ഹോം മെയ്ഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വേസ്റ്റ് ബിന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഐറ്റംസ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര ഹൈറ്റിലാണോ ഡസ്റ്റ്ബിൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു കളർ പേപ്പർ വെച്ച് കവർ ചെയ്യണം. സോ ഞാനിവിടെ ഒരു റെഡ് ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ എത്ര ഹൈറ്റിലാണോ ഡസ്റ്റ്ബിൻ വെച്ചേക്കുന്നത് അത്രയും ഹൈറ്റിൽ ഞാൻ ആ പേപ്പറിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും ഗം യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത ബോട്ടിലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. താഴെ കുറച്ച് ബൾജ് ചെയ്തിട്ടും ടോപ്പ് പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എടുത്ത ബോട്ടിൽ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇതിനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ അകത്ത് കുറച്ച് സ്പേസ് ഇങ്ങനെ മാറി നിൽക്കുന്ന കാണാം ഇതുപോലെ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബോട്ടിലിനെ കുറച്ചും കൂടി ഹൈറ്റ് കുറയ്ക്കുകയാണ്. പക്ഷേ പേപ്പറിൻ്റെ ഹൈറ്റ് ഇത്ര തന്നെ വയ്ക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന ബോട്ടിൽ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പേപ്പറിൻ്റെ ഹൈറ്റ് കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഞാൻ പേപ്പറിൻ്റെ ഹൈറ്റിന് ഡിഫറൻസ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു റൗണ്ട് ഷേപ്പിലൊരു കാർഡ്ബോർഡ് പീസ് വേണം ഇതിന് ടോപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഈ സൈസിൽ അളവെടുത്തിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സംഭവം ഇവിടെ കെട്ടി കഴിഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതായത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയൊരു സ്റ്റെപ്പാണിത്. അതായത് നമുക്ക് ഈ ചാർട്ട് പേപ്പർ ഇത് നമ്മൾ ബോട്ടിലായിട്ട് സ്റ്റിക്ക് ചെയ്യില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളകി പോരില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സോ ഞാനിവിടെ കവർ ചെയ്ത് വെച്ച അടപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊരു ചെറിയ പരിപാടി മാത്രമേ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ കാര്യം കൂടി ചെയ്യാനുള്ളൂ. നമുക്കപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ യൂസ് ചെയ്യാം. ഞാൻ ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം അത് ഇത്തിരി ഹെവി ആയിട്ടുള്ള സാധനം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബ്രൗൺ കളർ കാർഡ്ബോർഡ് പീസ് എടുക്കാം. ഞാൻ ഇതിനെ കളർ പേപ്പർ വെച്ച് കവർ ചെയ്യാണ്. സോ അതിനുശേഷം ഞാൻ അതിനെ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അവിടെ ജസ്റ്റ് ഗം യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ബിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അലങ്കോല പരിപാടികൾ ചെയ്യാൻ വേണ്ടത്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ക്രിസ്മസ് തീം തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഡസ്റ്റ്ബിൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ.